നമസ്കാരം. ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ 6ാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടും എയർപോർട്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ടേംസ് എല്ലാം മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എയർപോർട്ട് ഡിസൈനിനെ കുറിച്ചാണ്. ഈ ഒരു എയർപോർട്ട് ഡിസൈനിൽ മെയിനായിട്ട് നമുക്ക് ജിയോമെട്രിക് ഡിസൈനും വരുന്നുണ്ട്, ടെർമിനൽ ഡിസൈനും വരുന്നുണ്ട്. ജിയോമെട്രിക് ഡിസൈനിൽ റൺവേനെ കുറിച്ചാണ്, അതായത് റൺവേ ഓറിയൻറ്റേഷൻ, ബേസിക് റൺവേ ലെങ്ത്, റൺവേ കോൺഫിഗറേഷൻ, റൺവേ ജിയോമെട്രിക്സ് ആൻഡ് ടാക്സി വേ, എക്സിറ്റ് ടാക്സി വേ. ഇത്രയും ടോപ്പിക്സാണ് ജിയോമെട്രിക് ഡിസൈനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ടെർമിനൽ ഡിസൈനും. സോ റൺവേ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാം. എ റൺവേ ഈസ് എ റെക്ടാങ്കുലർ ഏരിയ ഓൺ ദ എയർപോർട്ട് സർഫസ് പ്രിപ്പയർഡ് ഫോർ ദ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ്. അതായത് ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുക. പൊതുവേ റൺവേ ഹാർഡ് സർഫസ് ആയിരിക്കും, അതായത് ഒന്നുകിൽ ആസ്ഫാൾട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും, അതിൽ വൈറ്റ് കളർ മാർക്കിങ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. An airport may have one runway or several runways which are sited, oriented and configured in a manner to provide for the safe and efficient use of airport under the variety of conditions. ഏതൊരു കണ്ടീഷനിലും സേഫ്റ്റിയും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസ് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിന് ഒന്നിലധികമോ ആയിട്ടുള്ള റൺവേ പല എയർപോർട്ടുകളിലും ഉണ്ടാവും. അത് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടാണോ, റീജിയണൽ എയർപോർട്ടാണോ, ഇൻ്റർനാഷണൽ എയർപോർട്ടാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ എത്രത്തോളം, അതായത് ഒരു റൺവേ ആണോ, മോർ ദാൻ വൺ റൺവേ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Several of the factors which affect the location, orientation and number of runways at the airport include local weather condition, particularly wind distribution and visibility, the topography of airport and surrounding area, and the type and amount of air traffic to be serviced at the airport, aircraft performance requirements and aircraft noise. അതായത് ഒരു റൺവേയുടെ ഒരു റൺവേ പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ സേഫ്റ്റി, അതുപോലെ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഡിസൈൻ എല്ലാം ആ ഒരു ഏരിയയുടെ ലൊക്കാലിറ്റീനെയും അതുപോലെ അവിടെ എന്തൊക്കെയാണ് വിൻഡ് ഡിസ്ട്രിബ്യൂഷനെയും എല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും. ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ റൺവേ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏതൊരു ലൊക്കേഷനിൽ എങ്ങനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് റൺവേ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കും. ഇനി റൺവേ ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Runways are always oriented in the direction of prevailing winds. The reason behind this is to utilize the maximum force of the wind at the time of takeoff and landing of an aircraft. അതായത് എപ്പോഴും ഒരു ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് അവിടുത്തെ റൺവേ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ഓറിയൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വിൻഡ് ഫോഴ്സിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ആ വിൻഡ് ഫോഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫോഴ്സ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് ടു യൂട്ടിലൈസ് ദ മാക്സിമം ഫോഴ്സ് ഓഫ് ദ വിൻഡ് അറ്റ് ദ ടൈം ഓഫ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഓഫ് ആൻ എയർക്രാഫ്റ്റ്. Following points need to be considered while orienting the runways: avoiding delay in the landing, taxiing and takeoff operation, providing the shortest taxi distance possible from the terminal area to the end of runway, making provision for maximum taxiway so that the landing aircraft can leave the runway as quickly as possible to the terminal area, providing adequate separation in the air traffic pattern. അതായത് ഒരു റൺവേ നമ്മൾ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ്, അതായത് എപ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ടേക്ക് ഓഫ് ഓപ്പറേഷനും ലാൻഡിങ് ഓപ്പറേഷനും ഡിലേ വരാത്ത രീതിയിൽ വേണം നമ്മളൊരു റൺവേ ഓറിയൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റൺവേ പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ അതുപോലെ ടാക്സി വേ ഡിസ്റ്റൻസ് വളരെ കുറച്ചായിരിക്കണം. ഈ ടെർമിനൽ ഏരിയയിൽ നിന്ന് കാർഗോസ് ആണെങ്കിലും ആളുകൾക്കാണെങ്കിലും
അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കണം. സോ ദാറ്റ് എപ്പോൾ ഒരു എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾക്ക് ഷോർട്ട് ഡിസ്റ്റൻസിൽ എയർക്രാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സെറ്റിങ്സ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ അഡിക്വേറ്റ് സെപ്പറേഷൻ ഇൻ ദ എയർ ട്രാഫിക് പാറ്റേണിന് അഡിക്വേറ്റ് സെപ്പറേഷൻ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡാറ്റ റിക്വയർഡ് ഫോർ റൺവേ ഓറിയൻറ്റേഷൻ: മാപ്പ് ഓഫ് ദ ഏരിയ ആൻഡ് കോണ്ടോസ്, വിൻഡ് ഡേറ്റ, വിൻഡ് ഡയറക്ഷൻ, ടെയിൽ വിൻഡ്, ക്രോസ് വിൻഡ്, ഹെഡ് വിൻഡ്, ഫോഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു റൺവേ ഓറിയൻറ്റേഷന് വേണ്ട ഡേറ്റ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മാപ്പ് ഓഫ് ദ ഏരിയ ആൻഡ് കോണ്ടോസ്. ആ ഒരു ഏരിയയുടെ ലൊക്കാലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ കോണ്ടൂർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരേ എലിവേഷനിലുള്ള പോയിൻറ്റ്സിനും നമ്മൾ ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ലൈൻസാണ് കോണ്ടൂർ ലൈൻസ്. അപ്പോൾ ആ ഒരു ഏരിയയിലെ എലിവേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അവിടെ കോണ്ടൂർ മാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ കോണ്ടൂർസ് കണ്ടുപിടിക്കുക. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വിൻഡ് ഡേറ്റ, അതിൽ വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഹെഡ് വിൻഡ്, ടെയിൽ വിൻഡ്, ക്രോസ് വിൻഡ്, ഇതൊക്കെ എങ്ങനെയാണ്, അതുപോലെ ഫോഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു വിൻഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, വിൻഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ വിൻഡിൻ്റെ ഹെഡ് വിൻഡ്, ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്, വിൻഡ് കവറേജ്, വിൻഡ് റോസ്, ഇതെല്ലാം നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഫാക്ടേഴ്സാണ്. ഇതിൽ നമ്മൾ വിൻഡ് എന്നുള്ളൊരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ, ഹെഡ് വിൻഡ്, അതായത് വിൻഡ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഹെഡ് ഓഫ് എയർക്രാഫ്റ്റ് ഡ്യൂറിങ് ലാൻഡിംഗ് ഓർ ടേക്ക് ഓഫ് ഇസ് നോൺ ആസ് ഹെഡ് വിൻഡ്. ഒരു എയർക്രാഫ്റ്റിൻ്റെ ഹെഡ് പോർഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ നിന്ന് വീശുന്ന വിൻഡിനെയാണ് നമ്മൾ ഹെഡ് വിൻഡ് എന്ന് പറയുക. ഇനി ഈ ഹെഡ് വിൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡിങ് ബ്രേക്കിംഗ് എഫക്റ്റ് ഡ്യൂറിങ് ദ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വിൻഡ് ആയതുകൊണ്ട് ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് അവിടെ നമുക്ക് കിട്ടും. പ്രൊവൈഡ് അപ്ലിഫ്റ്റ് ഓൺ വിങ്സ് ഡ്യൂറിങ് ടേക്ക് ഓഫിനെ അത് ഹെൽപ്പ് ചെയ്യും. സോ എപ്പോഴും നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ICAO റെക്കമെൻഡ്സ് മാക്സിമം അലോവബിൾ ക്രോസ് വിൻഡ് കമ്പോണൻസ് ആസ്. അതിനാദ്യം ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം. കമ്പോണൻറ്റ് ഓഫ് ഇൻക്ലൈൻഡ് വിൻഡ് പെർപെൻഡിക്കുലർ ടു ദ റൺവേ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രോസ് വിൻഡ്. അതായത് എപ്പോഴും റൺവേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വീശുന്ന വിൻഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റിനെയാണ് നമ്മൾ ക്രോസ് വിൻഡ് എന്ന് പറയുന്നത്. അതെപ്പോഴും മിനിമം ആയിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് നോട്ട് എക്സീഡ് 25 km/h. ഇനി ICAO റെക്കമെൻഡ്സ് മാക്സിമം അലോവബിൾ ക്രോസ് വിൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്. ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പറഞ്ഞത്, നോട്ട് എക്സീഡ് 25 km/h എന്നത്. ഇവിടെ നമ്മുടെ ഫീൽഡ് ലെങ്ത്തിനനുസരിച്ച്, അതായത് 1500 മീറ്ററോ അതിൽ കൂടുതലോ ആണെങ്കിൽ 37 km/h നമ്മുടെ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് കൂടാൻ പാടില്ല. അതുപോലെ 1200 മീറ്റർ ടു 1499 മീറ്റർ വരെയാണെങ്കിൽ 24 km/h ഇത് കൂടാൻ പാടില്ല. ലെസ് ദാൻ 1200 മീറ്റേഴ്സ് ആണെങ്കിൽ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 19 km/h ആയിരിക്കണം മാക്സിമം. അതിൽ കൂടുതൽ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് വരാൻ പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് ദ വിൻഡ് കവറേജ്. Wind coverage of an airport is the percentage of time in the year during which the crosswind component remains within the limit or runway system is not restricted because of excessive crosswind. ICAO recommends minimum wind coverage of 95%. അതായത് ഈ ഒരു ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് മാക്സിമം എത്രത്തോളം ടൈം അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ്, ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈമിനെയാണ് നമ്മൾ ഇൻ ദ ഇയർ ആണ് നമ്മൾ ഇവിടെ വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. ICAO റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം വിൻഡ് കവറേജ് 95% എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ കാം പീരീഡ്. ദിസ് ഈസ് ദ പീരീഡ് ഫോർ വിച്ച് ദ വിൻഡ് ഇൻറ്റൻസിറ്റി റിമൈൻസ് ബിലോ 6.4 km/h. ഇതൊക്കെ ഓരോ ടേംസാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ അടുത്ത ടേം വിൻഡ് റോസ് ഡയഗ്രാം. ഒരു 5 മുതൽ 10 വർഷം വരെയുള്ള ഡേറ്റാസ് എല്ലാം എടുത്തിട്ട് ഒരു ചാർട്ടാക്കി ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വിൻഡ്രോസ് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റൺവേ ഓറിയൻറ്റേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് 2 ടൈപ്പ് വിൻഡ്രോസ് ഡയഗ്രാം ആണുള്ളത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ
ഡ്യൂറേഷനും ഡയറക്ഷനും കാണിക്കുന്നത്. ആ വിൻഡിൻ്റെ ഡ്യൂറേഷനും ഡയറക്ഷൻ ഓഫ് വിൻഡും കാണിക്കുന്ന ഡയഗ്രമാണ് ടൈപ്പ് 1 ഡയഗ്രാം. സെക്കൻഡ് വൺ ടൈപ്പ് 2, അതിൽ ഡയറക്ഷനും ഡ്യൂറേഷനും കൂട്ടത്തിൽ ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡും കൂടി കാണിക്കും. അങ്ങനെ 2 ടൈപ്പ് വിൻഡ്രോസ് ഡയഗ്രമാണ് മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ ബേസിക് റൺവേ ലെങ്ത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. The FAA's procedure for estimating runway length is based on the following data. First one is the designation of the critical aircraft, the maximum takeoff weight of the critical aircraft at the airport, the airport elevation, the mean daily maximum temperature for the hottest month at the airport, and the maximum difference in elevation along the runway center line. 5 മുതൽ 10 വർഷം വരെയുള്ള ഡേറ്റാസ് എല്ലാം എടുത്തിട്ട് ഒരു ചാർട്ടാക്കി ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വിൻഡ്രോസ് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റൺവേ ഓറിയൻറ്റേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് 2 ടൈപ്പ് വിൻഡ്രോസ് ഡയഗ്രാം ആണുള്ളത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനും ഡയറക്ഷനും കാണിക്കുന്നത്. ആ വിൻഡിൻ്റെ ഡ്യൂറേഷനും ഡയറക്ഷൻ ഓഫ് വിൻഡും കാണിക്കുന്ന ഡയഗ്രമാണ് ടൈപ്പ് 1 ഡയഗ്രാം. സെക്കൻഡ് വൺ ടൈപ്പ് 2, അതിൽ ഡയറക്ഷനും ഡ്യൂറേഷനും കൂട്ടത്തിൽ ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡും കൂടി കാണിക്കും. അങ്ങനെ 2 ടൈപ്പ് വിൻഡ്രോസ് ഡയഗ്രമാണ് മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ ബേസിക് റൺവേ ലെങ്ത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. The FAA's procedure for estimating runway length is based on the following data. First one is the designation of the critical aircraft, the maximum takeoff weight of the critical aircraft at the airport, the airport elevation, the mean daily maximum temperature for the hottest month at the airport, and the maximum difference in elevation along the runway center line. അതായത് ഒരു എയർപോർട്ടിൽ എന്നല്ല, പൊതുവേ ഗ്രൗണ്ടിനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു എയറിൻ്റെ പോർഷനും കുറച്ച് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള എയറിൻ്റെ പോർഷൻ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി കുറവ് ടോപ്പ് പോർഷനിലുള്ള എയറിനായിരിക്കും. സോ നമ്മൾ ഈ ഒരു എയർക്രാഫ്റ്റ് റൺവേയിലൂടെ പാസ് ചെയ്ത് പോകുമ്പം ഗ്രേറ്റർ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ എയർക്രാഫ്റ്റിന് വേണ്ടത്ര ഹൈറ്റിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇനി വേണ്ട ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ്, അതായത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അത്ര ഒരു സ്പീഡ് നമുക്ക് ആവശ്യമില്ല. സോ ടു അച്ചീവ് ദ ഗ്രേറ്റർ സ്പീഡ് ലോങ്ങർ ലെങ്ത് ഓഫ് റൺവേ ഇസ് റിക്വയർഡ്. കൂടുതൽ ലെങ്ത് ഓഫ് റൺവേ ഉണ്ടെങ്കിൽ മാത്രമേ, ലെങ്ത് ഓഫ് റൺവേ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ICAO recommends that the basic runway length should be increased at the rate of 7% per 300 meter rise in elevation above mean sea level. അതായത് മീൻ സീ ലെവലിൽ നിന്നും എവറി 300 മീറ്റർ റൈസിനും നമ്മൾ 7% ഇൻക്രീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. റൺവേ ലെങ്ത്തിൽ 7% ഇൻക്രീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ദറ്റ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. ദ റൈസ് ഇൻ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഹാസ് ദ സെയിം എഫക്റ്റ് ആസ് ദാറ്റ് increase in elevation. Airport reference temperature is defined as the monthly mean of average daily temperature TA for the hottest month of the year plus 1/3 of the difference of this temperature and the monthly mean of maximum daily temperature TM. Airport reference temperature is equal to TA plus TM minus TA by 3. അതായത് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ എലിവേഷൻ്റെ ഡിഫറൻസ് പോലെ തന്നെയാണ്. സോ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ TA ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ പ്ലസ് 1/3 ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ആൻഡ് ദ മന്ത്ലി മീൻ ഓഫ് ദ മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. അതായത് ഒരു ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ, ഒരു ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ, ഹോട്ടസ്റ്റ് ആയിട്ടുള്ള മന്തിലുള്ള ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ TA ആണെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ മന്ത്ലി മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ TM, അതും ഈ ഒരു TA-യും തമ്മിലുള്ള ഡിഫറൻസും കൂടി എടുത്തിട്ട് അതിൻ്റെ 1/3 കൂടി ഈ ഒരു TA-യുടെ കൂടെ ആഡ് ചെയ്യുന്നതാണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു TA പ്ലസ് TM മൈനസ് TA by 3.
ICAO recommends that the basic runway length after having been corrected for elevation should be further increased at the rate of 1% for every 1 degree centigrade rise of airport reference temperature above the standard atmospheric temperature at that elevation. And the standard atmospheric temperature at the site can be determined by reducing the standard sea level temperature of 15 degrees centigrade at the rate of 6.5 degree centigrade per 1000 meter rise in elevation. കുറച്ച് മുന്നേ നമ്മൾ എലിവേഷനിലുള്ളതിനനുസരിച്ച് എലിവേഷൻ ചേഞ്ചിനനുസരിച്ച് എത്രത്തോളം ക്ലിയറൻസ് കൊടുക്കണം, കറക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി എവറി 1 ഡിഗ്രി റൈസ് ഇൻ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറിൽ കൂടുതൽ വരുമ്പോൾ എപ്പോഴും നമ്മളൊരു 1% ലെങ്ത്ത് കൂട്ടിക്കൊടുക്കണം. Check for total correction for elevation and temperature. ICAO further recommends that if the total correction for elevation plus temperature exceeds 35% of the base runway length, these corrections should then be further checked up by conducting specific studies at the site by model test. മോഡൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ കൊണ്ടും അതുപോലെ എലിവേഷൻ കൊണ്ടും ഉണ്ടാകുന്ന കറക്ഷൻ മോർ ദാൻ 35% കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ മോഡൽ ടെസ്റ്റ് ഫർദർ സ്റ്റഡീസ് നടത്തി മോഡൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് വേണം വീണ്ടും അവിടെ കറക്ഷൻ നടത്താൻ. കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. സ്റ്റീപ്പർ ഗ്രേഡിയൻറ്റ് റിസൾട്ട് ഇൻ ഗ്രേറ്റർ കൺസംഷൻ ഓഫ് എനർജി ആൻഡ് ആസ് സച്ച് ലോങ്ങർ ലെങ്ത് ഓഫ് റൺവേ ഈസ് റിക്വയർഡ് ടു അറ്റൈൻ ദ ഡിസൈർഡ് ഗ്രൗണ്ട് സ്പീഡ്. FAA recommends that the runway length after having been corrected for elevation and temperature should be further increased at the rate of 20% for every 1% of effective gradient. ടെമ്പറേച്ചറിൻ്റെ എലിവേഷൻ്റെയും കറക്ഷൻ കൊടുത്തതിന് ശേഷം ഫോർ എവറി ഇൻക്രീസ് ഇൻ 1% ഗ്രേഡിയൻറ്റ് നമ്മളവിടെ ഈ ഒരു റൺവേ ലെങ്ത്തിന് ഒരു 20% ഫർദർ ഇൻക്രീസ് പ്രൊവൈഡ് ചെയ്യണം. ഇത് റൺവേ ലെങ്ത് കർവാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇവിടെ മീൻ ഡെയിലി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ ഇൻ ഡിഗ്രീസ് ഫാരൻഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് റൺവേ ലെങ്ത്ത് വൈ ഡയറക്ഷനിൽ ഫീറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ സീ ലെവലിൽ ഉള്ള റൺവേ ലെങ്ത്ത് എയർപോർട്ടിൻ്റെ എലിവേഷനും ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള ലൈൻസ് കാണിച്ചിരിക്കുന്നത് എയർപോർട്ട് എലിവേഷനാണ് ഇൻ ഫീറ്റ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 90 ഡിഗ്രി ഫാരൻഹൈറ്റ്, ഡാർക്ക് ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക, 90 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിക്കുകയാണെങ്കിൽ ഈ 90 ഡിഗ്രി ഫാരൻഹൈറ്റിൽ നിന്ന് മുകളിലേക്ക് കാണിച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എയർപോർട്ട് എലിവേഷൻ 1000 ഫീറ്റ് ആണെങ്കിൽ 90 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് അവിടെ നമ്മുടെ ടെമ്പറേച്ചർ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൺവേ ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഇവിടെ 4400 ഫീറ്റ്, അതായത് 1341 മീറ്റർ ഏകദേശം വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കർവ് യൂസ് ചെയ്തിട്ട് റൺവേ ലെങ്ത് കാണാം. അടുത്തത് ബേസിക് റൺവേ ലെങ്ത് ആണ്. ബേസിക് റൺവേ ലെങ്ത്തിൽ ആദ്യത്തത് നോർമൽ ലാൻഡിംഗ്. The aircraft should come to a stop within 60% of landing distance, assuming that the pilot makes an approach at the proper speed and crosses the threshold of the runway at a height of 15 meter. അതായത് നോർമൽ ലാൻഡിങ്ങിൻ്റെ കേസിൽ എയർക്രാഫ്റ്റ് എപ്പോഴും ഷുഡ് കം ടു എ സ്റ്റോപ്പ് വിത്തിൻ 60% ഓഫ് ലാൻഡിങ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതിൽ പാസഞ്ചേഴ്സിൻ്റെ അളവും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ നമ്പർ കൂടുതലാണ്, അതുപോലെ തന്നെ ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ആണ്. സോ എന്താണെങ്കിലും നോർമൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത് എപ്പോഴും ഒരു 60% ലാൻഡിങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ കൊടുക്കേണ്ടത്. ആ ഡിസ്റ്റൻസിൽ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ റൺവേ ഓഫ് ഫുൾ ലെങ്ത് ഈസ് ടു ബി പ്രൊവൈഡ് ഫോർ ദ എൻറ്റയർ ലാൻഡിങ് ഡിസ്റ്റൻസ്. ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൽ ലാൻഡിങ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇതിൽ റൺവേ ലെങ്ത്തിൻ്റെ ഒരു 60% ഡിസ്റ്റൻസിൽ, നിങ്ങളുടെ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാം, 60% ഓഫ് ലാൻഡിങ് ഡിസ്റ്റൻസിൽ നിന്ന് ഒരു 15 മീറ്റർ ഹൈറ്റിൽ വന്ന്, അതായത് ലാൻഡിങ് നമുക്ക് ഒരു 15 മീറ്ററിൻ്റെ ഡിഫറൻസേ വരാൻ പാടുള്ളൂ. ഈ ഒരു 60% ലാൻഡിങ് ഡിസ്റ്റൻസ് പെൻഡിങ്ങിൽ ഉണ്ടാകുന്ന സമയത്ത് 15 മീറ്റർ ഹൈറ്റിൽ മാത്രമേ ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. കുറച്ചും കൂടി ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റൺവേനെ ടച്ച് ചെയ്യണം. എന്നിട്ട് കുറച്ച് ദൂരം കൂടി പാസ് ചെയ്തിട്ട് പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യണം. ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ. ഫിഗറിൽ ഈ ഒരു 60 ടോട്ടൽ റൺവേ ലെങ്ത് ഇതാണ്. ഇതിൻ്റെ 60% ഓഫ് ലാൻഡിങ് ഡിസ്റ്റൻസ്. ഇത് ടോട്ടൽ ഇത് ലാൻഡിങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് 60% ആണ്. ഈ ഒരു 60%ലേക്ക് എത്തുമ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു 15 മീറ്റർ ഹൈറ്റിലായിരിക്കണം എയർക്രാഫ്റ്റ് ഉണ്ടായിരിക്കേണ്ടത്. അവിടുന്ന് പിന്നെ ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. നെക്സ്റ്റ്, നോർമൽ ടേക്ക് ഓഫ്. The takeoff distance must be 1/15% of the actual distance the aircraft uses to reach a height of 10.5 meter. It requires a clear way at the end of the runway in the direction of takeoff, and this should not be less than 15 meter wide, and the upward slope of clear way from the end of the runway shall not exceed 1.25%. ടോട്ടൽ ടേക്ക് ഓഫ് ഡിസ്റ്റൻസിൻ്റെ 115%ലാണ് അത്രയെങ്കിലും ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് മസ്റ്റ് ബി 115% ഓഫ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ്. ഇനി സാധാരണ നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഇത്രയും ലെങ്ത്താണ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് നമ്മുടെ എയർക്രാഫ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഇത്രയും 10.5 മീറ്റർ ഹൈറ്റിലേക്ക് എയർക്രാഫ്റ്റ് ഉയരുന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മളിവിടെ നോർമൽ ടേക്ക് ഓഫിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു 15% കൂടി എക്സ്ട്രാ കൊടുത്തിട്ട്, അതായത് 10.5 ഉയരാൻ ഇത്ര മതിയെങ്കിൽ ഇത് പോരാ, കുറച്ചും കൂടി ഒരു 15% കൂടി ഈ ലെങ്ത്തിൻ്റെ 15% കൂടി ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് 115% എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് റൺവേക്ക് കൊടുത്തിരിക്കണം. പിന്നെ ഏതൊരു ഹൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സൈഡ് എടുക്കുകയാണെങ്കിലും 15 മീറ്ററിനേക്കാളും ഈ റൺവേയുടെ വിഡ്ത്ത് കുറയാൻ പാടില്ല. ഫിഗറിൽ നോർമൽ ടേക്ക് ഓഫ് കേസ് കൊടുത്തിട്ടുണ്ട്. ദ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് ഷുഡ് ബി 115% ലോങ്ങർ ദാൻ ദ ഡെമോൺസ്ട്രേറ്റഡ് ഡിസ്റ്റൻസ് ടു ക്ലിയർ ആൻഡ് 11 മീറ്റർ ഒബ്സ്റ്റക്കിൾ. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 115% ആക്ച്വൽ ടേക്ക് ഓഫ് ഡിസ്റ്റൻസിനേക്കാളും 115% ഒരു 15% കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് ടോട്ടൽ 115% ആണ് നമ്മുടെ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോപ്പിംഗ് ഇൻ എമർജൻസി. ഇറ്റ് റിക്വയേഴ്സ് എയ്തർ ക്ലിയർ വേ ഓർ എ സ്റ്റോപ്പ് വേ ഓർ ബോത്ത്. അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് വേ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, യൂസ്ഡ് ഫോർ ഡീസിലറേറ്റിംഗ് ദ എയർക്രാഫ്റ്റ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ടു എ സ്റ്റോപ്പ് ഡ്യൂറിങ് ആൻ അബോർട്ടഡ് ടേക്ക് ഓഫ്. ഒരു ടേക്ക് ഓഫിനായിട്ട് നിൽക്കുന്ന എയർക്രാഫ്റ്റിനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്. സോ അങ്ങനെയുള്ള ഒരു കേസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ റൺവേ ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി സ്റ്റോപ്പ് വേ ഡിസ്റ്റൻസ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റൺവേ ലെങ്ത്ത് ഇത്രയാണ്. ഈ റൺവേ ലെങ്ത്തിനേക്കാളും ഇങ്ങനെ ഒരു സ്റ്റോപ്പിങ്ങിന് എമർജൻസി വരുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാകത്തിന് കുറച്ച് ഡിസ്റ്റൻസ് നമ്മളിവിടെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാവണം. അടുത്തത് റൺവേ കോൺഫിഗറേഷൻ. പല ടൈപ്പ് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ റൺവേ, പാരലൽ റൺവേ, ഇൻ്റർസെക്റ്റിംഗ് റൺവേ, പിന്നെ ഫിഗറിൽ LTO ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. L എന്ന് പറഞ്ഞാൽ ലാൻഡിങ്ങും TO എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ്. സോ പല ടൈപ്പ് റൺവേ, അതായത് ക്രോസ് വരുന്ന ടൈപ്പ് റൺവേ, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ്
പിന്നെ പാരലൽ ആയിട്ടുള്ള റൺവേ, പിന്നെ സിംഗിൾ റൺവേ. റൺവേ ജിയോമെട്രിക്സ് അതിൽ വരുന്നത് ലെങ്ത് ഓഫ് റൺവേ, വിഡ്ത്ത് ഓഫ് റൺവേ, സൈഡ് ഡിസ്റ്റൻസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്, ട്രാൻസ്വേഴ്സ് ഗ്രേഡിയൻറ്റ് ആൻഡ് സേഫ്റ്റി ഏരിയ. മെയിനായിട്ട് ബേസിക് റൺവേ ലെങ്ത്തിനെയും അതുപോലെ നമ്മുടെ വിഡ്ത്ത് ഓഫ് റൺവേ പേയ്മെൻറ്റിനെയും ബേസ് ചെയ്തിട്ട് എയർപോർട്ട് ടൈപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ആസ് പെർ ICAO ABCDE അങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണുള്ളത്. റൺവേ ലെങ്ത്ത് മാക്സിമം മിനിമം വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് റൺവേ പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് A ആണോ ക്ലാസ് B ആണോ എന്നുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, സൈഡ് ഡിസ്റ്റൻസ്. നോ സൈഡ് ഡിസ്റ്റൻസ് റെസ്ട്രിക്ഷൻസ് as the longitudinal gradients for the runway are less. Adherence to runway longitudinal gradient standards provide adequate line of sight. ഒരിക്കലും നമ്മുടെ റൺവേയിൽ കർവോ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുവെ സൈഡ് ഡിസ്റ്റൻസിന് ഒരു റെസ്ട്രിക്ഷനൊന്നും വരാറില്ല. അതായത് എക്സ്ട്രാ നമ്മളൊരു ലൈൻ ഓഫ് സൈറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ സൈഡ് ഡിസ്റ്റൻസിന് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ല. ഇനി എയർപോർട്ട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മുടെ ICAO എയർപോർട്ടിനെ ക്ലാസിഫൈ ചെയ്തത് ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ICAO ABCDE എന്നിങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. Next one, longitudinal gradient. The longitudinal gradient increases required runway length. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഒന്നുകിൽ അതായത് എയർക്രാഫ്റ്റ് ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യാനോ അതായത് ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം റൺവേ ലെങ്ത്ത് നമ്മൾ കൂട്ടണം. ഇറ്റ് ഈസ് ഓൾസോ അഫക്റ്റ് ദ എയർക്രാഫ്റ്റ് പെർഫോമൻസ്. This should be as flat as possible to avoid excessive engine thrust. അതായത് പൊതുവേ ഒരു റൺവേയിൽ നമ്മൾ ഒരിക്കലും ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിനെ പ്രൊമോട്ട് ചെയ്യില്ല. കൂടുതലായിട്ടും അത് ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ എൻജിൻ്റെ ത്രസ്റ്റ് കൂട്ടും, അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് നമ്മൾ പരമാവധി ഒഴിവാക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൺവേ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കേണ്ടി വരും. Now, change of longitudinal gradient. The abrupt grade change may cause premature lift of aircraft during takeoff. The change in gradient should be smooth through the provision of vertical curves. No vertical curve is required if the grade change is less than 0.4%. അടുത്തത് transverse gradient. Provided for quick disposal of surface water, ponding of water is hazardous for aircraft operation. Minimum recommended transverse slope is 1%. For rigid pavement, it may be kept as low as 0.5. Slope up to 2% are permitted for runways that serve similar classes of aircraft. For other runways, maximum transverse slope is 1.5%. For shoulders, slope of 3 to 5% is recommended. എപ്പോഴും നമ്മൾ പൊതുവെ റോഡിലാണെങ്കിലും വെർട്ടിക്കൽ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് സർഫസ് വാട്ടറിൻ്റെ ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ്. സോ അത് അങ്ങനെ സർഫസ് വാട്ടർ അവിടെ കെട്ടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷനെ അത് ഹസാർഡസ് ആയിട്ട് ബാധിക്കും. അടുത്തത് സേഫ്റ്റി ഏരിയ. സേഫ്റ്റി ഏരിയ is an area which is cleared, drained and graded. It includes the structural pavement, shoulders on either side of runway and additional width. സേഫ്റ്റി ഏരിയ എന്ന് പറയുമ്പം പൊതുവെ ഡ്രെയിൻ ചെയ്യാനും അതുപോലെ പൊതുവെ ഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും സേഫ്റ്റി ഏരിയ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്ട്രക്ചറൽ പേയ്മെൻറ്റ്, ഷോൾഡേഴ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ റൺവേ ആൻഡ് ദ അഡീഷണൽ വിഡ്ത്ത്. സോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി
ഇതിൻ്റെ ബാക്കി ക്ലാസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.